ഒരിക്കലുമില്ല. കൃത്യമായിട്ട് മോൻ നോക്കാൻ കൃത്യമായിട്ട് നടപടി എടുക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ മാക്സിമം പോലീസിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. പല ഘട്ടങ്ങളിലും ഈ സംഘാടകർ, അതായത് SFI ആണ് സംഘാടകർ, അവർ ഈ പ്രവർത്തകരെ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലുമില്ല. നമ്മുടെ പോലീസ് പ്രസിഡന്റ് എന്തെല്ലാം വിവരം കിട്ടിയിട്ടുണ്ടോ അപ്പോൾ നടപടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ചിത്രങ്ങൾ ഉൾപ്പെടെ തന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഒരിക്കലുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നടപടി എടുക്കും. എല്ലാ കാര്യത്തിലും കൃത്യമായിട്ടുള്ള പോലീസ് നടപടി ഉണ്ടാവും. അല്ലെങ്കിൽ യാതൊരു ഇതുമില്ല. ആൾക്കാർ ആരും നോക്കി എല്ലാ നടപടി എടുക്കുന്നത് കൃത്യമായിട്ടുള്ള നടപടി ആര് കുഴപ്പമുണ്ടാക്കും അതിന് കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. കറക്റ്റായിട്ടുള്ള പോലീസ് പ്രസിഡന്റ് കൊടുക്കും. ഓക്കെ. രാഹുൽ ജി നാഥുണ്ട്. രാഹുൽ, പ്രതിഷേധിച്ചവരെ മാറ്റി മത്സരം പുനരാരംഭിക്കുമോ ഉടൻ? മത്സരം പുനരാരംഭിക്കാൻ വേണ്ടിയാണ് പോലീസുകാർ ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ സംഘാടക സമിതിയിൽ ഉൾപ്പെടെയുള്ള SFI പ്രവർത്തകർക്കെതിരെയാണ് KSU പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഏരിയ കമ്മിറ്റി നേതാക്കൾ ഉൾപ്പെടെ ഇതിൽ സംഘം ചേർന്ന് KSU പ്രവർത്തകർ പങ്കെടുക്കാൻ എത്തുന്ന KSU പ്രവർത്തകരെ സംഘം ചേർന്ന് ആക്രമിക്കുന്നു. അത് ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണെന്നാണ് അവർ പറയുന്നത്. അവർക്കും ഈ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടേ, അവർ പ്രതിഷേധിക്കുമ്പോൾ മാത്രം എന്താണ് പോലീസ് ഇത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നത് എന്നുള്ള തരത്തിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. അവസാനം നമ്മൾ കണ്ടു ആ ഒപ്പനയിൽ പങ്കെടുത്ത KSU പ്രവർത്തകയെ, അതായത് ഈ പ്രതിഷേധിച്ച അവസാന KSU പ്രവർത്തകയെ പോലും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നു. നമ്മോടൊപ്പം അസിസ്റ്റന്റ് കമ്മീഷണർ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് കലോത്സവ വേദികളിലുടനീളം ആവശ്യമുള്ള പോലീസിനെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കമ്മീഷണർ നൽകിയത്. SFIയുടെ ഭാഗത്തുള്ള പ്രതികരണം നിരന്തരമായി ലോക്കോളതിനകത്ത് KSUക്കാരാണ്. യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ, കലോത്സവത്തിലെത്തുന്ന വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു. അത്തരത്തിൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിരന്തരമായി മുൻകൂട്ടി നമുക്കൊരു വിവരം ലഭിച്ചതാണ്. KSUക്കാർ യൂത്ത് കോൺഗ്രസ് അടക്കം ചേർന്നുകൊണ്ട് ഇത്തരത്തിലേക്ക് വരും എന്ന് നമുക്ക് മുൻകൂട്ടി അത് പോലീസിനെ അറിയിച്ചതാണ്. അല്ലെങ്കിൽ പോലീസിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. 2 ദിവസം മുമ്പേ ഞങ്ങളിത് അറിയിച്ചതാണ്. KSUക്കാർ നിരങ്ങനെ കലോത്സവത്തെ മോശപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് പോലീസിനോട് മുമ്പേ പറഞ്ഞതാണ്. ഇന്ന് രാവിലെ പോലീസിനോട് ചോദിച്ചു നോക്കൂ. ഇന്ന് രാവിലെ ലോ കോളേജിലെ വിദ്യാർത്ഥികൾ ഈ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. രാവിലെ പോലീസിനോട്, നിങ്ങൾ പോലീസിന്റെ അതോറിറ്റിയോട് ചോദിച്ചു നോക്കൂ. പരാതി കൊടുത്തു മാത്രമല്ല പറയുന്നത്, സെന്റ് സേവിയേഴ്സ് കോളേജ് അങ്ങനെയുള്ള കോളേജുകളിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് നിലവിൽ യൂണിറ്റ് ഇല്ലല്ലോ, യൂണിയൻ ഇല്ലല്ലോ. അങ്ങനൊരു വിഷയം നടന്നിട്ടില്ല. KSU ഈ രൂപത്തിലേക്ക് കലോത്സവം മോശപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെ ആ ശ്രമം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന വേദിയുടെ മുന്നിലേക്ക് ആ പെർഫോമൻസ് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കോ? ആരെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അത് വ്യക്തമായ വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അതെ, മത്സരാർത്ഥികൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ഒപ്പനയുടെ വേഷമിട്ട ഒരുപാട് മത്സരാർത്ഥികൾ ഇതിനെ തടയാൻ വേണ്ടി ശ്രമിച്ചില്ലേ, ചോദ്യം ചെയ്തില്ലേ? അപ്പോൾ മീഡിയാസ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ പ്രതിഷേധിക്കുന്ന മീഡിയാസ് എന്ന് പറയുന്ന പ്രതിഷേധിക്കുന്ന അവരെ മാത്രം കണ്ടാൽ പോരല്ലോ, അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന. ശരി, എന്തായാലും കേരള സർവകലാശാലയിലെ കലോത്സവ വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, ആ പ്രതിഷേധത്തിന്റെയൊക്കെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് മത്സരം പുനരാരംഭിക്കാൻ കഴിയും എന്നാണ് ഒരു പ്രതീക്ഷ.